അറിയുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങള് പലപ്പോഴും കാണുന്നതിനനുസരിച്ച് ഞാൻ പ്രതികരിക്കുന്ന ഒരു ദുശീലമോ നല്ല ശീലമോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് അതൊന്നും ഇല്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ ലജ്ജയോട് കൂടിയാണ് ഞാൻ മുമ്പിൽ നിൽക്കുന്നത്. കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം, അതോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്തതിലുള്ള ലജ്ജ, അത് ഞാൻ തുറന്നു പറയുകയാണ്. സാറിനെ പോലുള്ള ഒരാള് സമൂഹത്തിന് നൽകുന്നത് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. സമൂഹത്തിന്റെ മാത്രമല്ല, ഒരു കുടുംബത്തിൽ നിന്നാണ് സമൂഹം ഉരുത്തിരിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇമ്പമുള്ള അംഗങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന കുടുംബം അത് ഒരു സമൂഹത്തിന്റെ ശക്തിയായി മാറണമെങ്കിൽ അതിന്റെ തുടക്കം നല്ല ആഴമുള്ള, നല്ല ദൃഢതയുള്ള വേരുകളിൽ നിന്നായാൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ ഒരു കാര്യത്തിൽ സുമനൻ സാറ് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നേരത്തെ പലരും പറഞ്ഞതുപോലെ ഒരു അധ്യാപികയായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റപ്പെടലിന്റെ സുഖമോ ദുഃഖമോ. കാരണം ഒരുപാട് അധ്യാപകരുള്ള ഒരു സ്കൂളില് ഒന്നോ രണ്ടോ പേര് മാത്രം ഈ ആശയത്തില് കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം. അതിനൊരു ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ പറയുകയാണ്. +1 അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന പ്രസാദം എല്ലാ അധ്യാപകരും നെറ്റിയിൽ തൊടണം. അവര് വന്നപ്പോ തന്നെ പറഞ്ഞു, ടീച്ചർ അടുത്ത് കൊണ്ടുപോകണ്ട, ഏതായാലും ടീച്ചർ അത് തൊടാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ തൊടാം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? എന്താണ് ഇതിന് ലക്ഷ്യം? ഇങ്ങനെ ഒരു പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന്? അത് നല്ല കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം രണ്ടാമതേ വരുന്നുള്ളൂ. കാരണം ഇത് ഈ പ്രസാദം തൊട്ട് നല്ല കുട്ടികളെ സ്കൂളിൽ കിട്ടുകയും നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുക എന്ന മൂഢമായ ആ വിശ്വാസം കൊണ്ട് നടക്കുന്നത് ശാസ്ത്ര അധ്യാപകരാണെന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു വസ്തുത. ഞങ്ങള് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും പഠിപ്പിക്കേണ്ടിയിരുന്നു. പക്ഷെ ആ അന്ധവിശ്വാസങ്ങളെ പോലും ശാസ്ത്രത്തിന്റെ മേമ്പൊടി ചേർത്ത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചതുകൊണ്ട് ഇന്നും ഒരുപടി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നത് ഒരു സന്തോഷമുള്ള സംഗതിയാണ്. അതേസമയം ഈ അധ്യാപകര് ഒരു യുക്തിരേഖ നമ്മുടെ സ്റ്റാഫ് റൂമിലെ മേശപ്പുറത്ത് വെച്ചാല് അത് കൈകൊണ്ട് തൊടാൻ പേടിയാണ്. യുക്തിരേഖ കൈകൊണ്ട് തൊടാൻ ഭയപ്പെടുന്ന അധ്യാപകരോടൊപ്പം ഒരു 35 വർഷക്കാലം ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവര് വേണമെങ്കിൽ എനിക്ക് യുക്തിരേഖയ്ക്ക് വരിസംഖ്യ തരും, പക്ഷെ യുക്തിരേഖ വേണ്ട. പൈസ തരാം, ടീച്ചറോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഞങ്ങൾ പൈസ തന്ന് നിങ്ങൾ ഇത് ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന മഹാപരാധമാണ്. ദൈവത്തിനെതിരായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ചെയ്യാൻ ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ലാത്ത രീതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പറയാണ്. അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ മാഹിയിലെ സ്കൂളുകളില് ജാതിയും മതവും ചേർക്കപ്പെടാതെ പഠിച്ചിറങ്ങി വന്ന 2 കുട്ടികൾ ഞങ്ങളുടെ മക്കളായിരുന്നു. ജാതിയും മതവും ചേരാത്തതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. 1986 ആചാരരഹിതമായ മതരഹിതമായ ഒരു തരത്തിലുള്ള കേവലം ഒപ്പിടുന്നതൊഴികെ മറ്റൊരു സംഗതിയും ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു പൂവെങ്കിലും കൈമാറുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു അടയാളം വേണമെന്ന് നമ്മൾ സാഠ്യം പിടിക്കുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ പോലും ഒന്നും ചെയ്യാതെ തന്നെ ജീവിതത്തിലേക്ക് കിടക്കുകയും ഏതാണ്ട് 38 വർഷം പൂർത്തിയാവുന്നു. ഇതുവരെ സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ പിണക്കങ്ങൾ ഒഴികെ മറ്റൊന്നും തന്നെ ഇല്ലാതെ സമാധാനപരമായി 2 കുടുംബങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നതൊരു സത്യമാണ്. അതോടൊപ്പം സുമനൻ സാറിന്റെ കാര്യത്തില് സുമനൻ സാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങള്, അദ്ദേഹം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന കരുത്ത്,
അത് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഒരു തലമുറയിൽ നിന്നും അനന്തര തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഭയപ്പാടോടുകൂടി ചിന്തിക്കേണ്ട ഒരുപാട് സംഗതികൾ നമുക്ക് ചുറ്റിലും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും നേരത്തെ സുധാകരനൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് ശേഷം പ്രളയം എന്ന ഒരു സങ്കല്പത്തിന് സാങ്കത്യമില്ല. നമുക്ക് ശേഷവും ഈ ലോകം നല്ലതുപോലെ തന്നെ പോകും. ഇനിയുള്ള തലമുറയും നന്മയുടെയും സത്യത്തിന്റെയും വഴികളിലൂടെ കടന്നു വരും. പ്രതീക്ഷയുടെ പൂമരങ്ങൾ ഇനിയും പൂക്കുകയും തളിർക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന, ശൈഥില്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബാവസ്ഥകളെ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുവാനും പരസ്പരമുള്ള പകയും പിണക്കവും പരിഭവങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നന്മയുടെ സാന്ത്വനത്തിന്റെ മയിൽപീലി തുണ്ടുകൾ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും, ഇത് യഥാർത്ഥത്തിൽ നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്മേളനത്തിന്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം ഉണ്ടായിരുന്നല്ലോ. ഒരു സങ്കട ചവി കലർന്ന ഒരു ഇതൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ. ഇതിനു മുമ്പ് ഒരു ജയകുമാർ സാറ് ജയകുമാർ സാറ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിരുന്നു. അന്ന് വളരെ വിഷാദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നത്. കാരണം മക്കളെയൊക്കെ ചേർത്ത് പിടിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സത്യത്തിൽ എന്താണ് രസകരമായ സംഗതി ചെയ്തത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ആരൊക്കെ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു, ഉമ്മ തരുന്നു, പോകരുതേ എന്ന് പറയുന്നു, അല്ലെ? അങ്ങനെ പോകരുതേ എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്ന കൊടൈക്കനാലിലേക്കല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല മരിച്ചു കിടക്കുന്നയാൾ ഉണ്ടാവുക. അപ്പൊ മരിച്ചതിന് ശേഷം നമുക്ക് എന്തായിരിക്കും, നമ്മളെ എങ്ങനെയാണ് ആളുകൾ നോക്കിക്കാണുക എന്ന രീതിയിൽ അതൊരു രസകരമായ സംഭവമാണ് ശരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ ഈ കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അപ്പോ എല്ലാ വിധത്തിലും ഈ പരിപാടിയുടെ ഭാഗമായി തീരാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സുമനൻ സാറ് എനിക്ക് ശേഷവും ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.